ഞാൻ ഇനി എന്റെ സൈഡോടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് നമുക്ക് കറന്റ് ഇപ്പൊ ടി വിയില് ഒരു ഞാൻ നിങ്ങളെ ചുമ്മാ അതൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് 5 പേരെ എടുക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് സ്ലോട്ടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ 2 പേരെ മാറ്റി വീക്ക്ലി മാറ്റിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും വരാൻ പോകുള്ള ടി വിയിൽ, ഇനി ആരും ഇല്ല. ഇത്രേ ഉള്ളൂ, ഈ 2 റിക്രൂട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ആരാന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവരെ 2 പേരും കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തി അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മെയിനായിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത ആരെയാണേലും എനിക്ക് പിന്നീട് സംസാരിച്ച് അത് സോർട്ട് ചെയ്യാനും അത് ഇതാക്കി പോകാനോ എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ കാണുമ്പോഴാണേലും അകത്ത് കാണുമ്പോഴാണേലും ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വേറെ ഇറങ്ങിയ ഒരു മെമ്പേഴ്സിനെ ഞാൻ തിരിച്ച് ടി വിയിലോട്ട് ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭാരത് കുറച്ച് പേര് നിർത്തിപ്പോയി. ബാക്കി എനിക്കിനി കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവത്തില്ല. മാമനെ ഇടും. ഞാൻ മാമനെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മാമനെ കൂടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ പറയാം 1 വീക്ക് ഇനാക്റ്റീവ്. ഇപ്പം നമ്മളതിനകത്ത് തന്നെ കുറേ പേര് ഇനാക്റ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരമായിട്ട് മാറ്റി ഇടും. ഹലോ അണ്ണ കലിപ്പ് മൂഡിലാണോ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാണ്, സന്തോഷത്തിലാണ്. പറഞ്ഞു. അണ്ണാ സുഖമാണോ? സുഖമാണ്. ഇതാരാ? ഞാൻ കുറച്ച് മലയാളം പഠിച്ചു ഇപ്പോ. ഇതാരാണ്? ഓ ഭായിജാൻ കിതറേ. ഓ ഭായിജാൻ, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ അണ്ണാ. ഗൈസ്, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നെയിം എടുത്ത് കഴിഞ്ഞതിന് റിപ്ലൈ പറയണില്ല. അതെനിക്ക് ഒരുമിച്ച് സെറ്റായി പോകത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിൽ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുറേ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതുകൊണ്ടല്ല. അതെനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ താല്പര്യമില്ല. മെയിനായിട്ട് അതാണ് എനിക്ക് പ്രശ്നം, മനസ്സിലായോ? ആൻഡ് അവർക്കും അവിടെ ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഡയോസ് എല്ലാം നിർത്തി വേറെ ഗ്യാങ്സിൽ നിന്ന് പുതിയ ഗ്യാങ്സിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം പോകാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആക്ടിങ് എന്തിനാ ആക്ട് ചെയ്യണം ബ്രോ? ആക്ട് ചെയ്യണം? എനിക്കങ്ങനെ ആക്ട് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇവര് വേറെ ഗ്യാങ്സിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോൾ അവർക്ക് അവിടെ ഈ പറയുന്ന ഇൻവിറ്റേഷൻ വന്ന പെർട്ടിക്കുലർ ഗ്യാങ്സിൽ കളിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടി കൊണ്ടാണ് അവർ കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ RP നിർത്തി അന്നേരമാണ് ഇവർ സീറോ ഡിലേ എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി പോകാൻ നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് TVക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മേജർ റോളുള്ള ഒരാളാണ് രായൻ. സോ രായനും ഇറ്റാച്ചിയും കുറച്ച് നാളായിട്ട് ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ 2 പേരെയും അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങളിതിനെ എടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ അത് സംസാരിച്ച് കഴിഞ്ഞാൽ കഴിച്ചാൽ അത് വേറെ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി താല്പര്യമില്ല. എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളെയാണ് ഞാൻ എടുത്തത്. ഇപ്പം നിങ്ങൾ പറയണത് കേട്ട് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ TVയിലോട്ട്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതായിപ്പോയി. കൈസ്, ഈ ടോപ്പിക്ക് വിടാം. ഇനി അതിനോട് മുന്നോട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ 2ആയിട്ട് പോയതും വേറെ ഗ്യാങ് ഉണ്ടായതും ഒക്കെ കൈസ്. അപ്പൊ ചില കാര്യങ്ങൾ ഓരോരുത്തർക്ക് കുറച്ച് ലേറ്റായിട്ട് തിരിച്ചറിയുള്ളൂ. അങ്ങനെ തിരിച്ചറിവ് വന്നു ആലോചിച്ചാൽ മതി. രായനെ ഞാൻ ഇപ്പോഴും കോലീഡർ ആക്കുന്നില്ല. കാരണം അവൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. ഇവിടെ കുറെ പുതിയ മെമ്പേഴ്സാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ ഞാൻ രായനെ കൊണ്ടുവന്നിട്ട് ഇവനെ കോലീഡറാണ്, പുള്ളി പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതാവത്തില്ല. ഇപ്പം നീലൻ എങ്ങനെ ഐഡിയൽ ആയത് ആ റെസ്പെക്ട് അവൻ ഏൺ ചെയ്തെടുത്തതാണ്. അതുപോലെ രായൻ അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് അവർ തമ്മിലൊരു ഫ്രണ്ട്ലി ബോണ്ട് വരുന്ന സമയത്ത് നമുക്ക്
കോ ലീഡർ പൊസിഷനിലോട്ട് കൊണ്ടുവരാം. അതാണ് എൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ ഡിസിഷൻ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് രായനെ പഴയ മെമ്പറാണെന്ന് പറഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് രായനെ കോ ലീഡർ ആക്കിയാൽ അത് ശോകമാണ്. എനിക്കിന്ന് കുറേ ടാസ്കുകൾ പെൻഡിങ് ഉണ്ട്. അതായത് എനിക്ക് ഇവരെല്ലാം ഒരുമിച്ചൊന്ന് ഓൾറെഡി നമ്മൾ സംസാരിച്ച് എല്ലാ മെമ്പേഴ്സിൻ്റെയും ഞാൻ നിങ്ങളുടെ തൊഴിലോട് പറയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് ഞാൻ വെറുതെ ബാക്കിയുള്ള മെമ്പേഴ്സിന് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഒരു ഇതിനകത്തോട്ട് കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മുടെ ടി വിക്കകത്തുള്ള എല്ലാ മെമ്പേഴ്സിനോടും സംസാരിച്ച് എല്ലാവരുടെ അടുത്തോട്ട് ഓഫ്ലൈൻ മീറ്റിംഗ് വെച്ച് എല്ലാവരുടെയും താല്പര്യങ്ങളും സജഷൻസും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാനൊരു ഇത് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഒരു സമയത്ത് RP-ന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഗ്യാപ്പൊക്കെ എടുത്ത്, അതായത് നിങ്ങൾക്കറിയാം 1-2 വർഷം ഞാൻ ഈ RP എന്ന് പറയുന്ന സാധനത്തിനകത്ത് കളിക്കത്തേ ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുമാത്രമല്ല ഞാനിത് കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുമായിരുന്നു. ഈ മാറി നിന്ന സമയത്താണ് ശരിക്കും പല പ്ലേയേഴ്സിനോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞതും ഈ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതും അല്ല. പക്ഷേ ഈ റീബിൽഡ് ആക്കിയതിന് ശേഷം ഇവരെല്ലാം എൻ്റെ കൂടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചും അവരുടെ കൂടെ, അതായത് ഞങ്ങൾ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും രാവിലെ 4 മണി 5 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. സോ ഇനി പുതിയ മെമ്പേഴ്സ് ഇപ്പം ഇവർ വരുന്ന സമയത്തും ഞാൻ അത് തന്നെ കീപ്പ് ചെയ്യാനാണ്. അല്ലാതെ ഞാനിതിനെ ആരെയും ഏൽപ്പിക്കൂല. അതായത് ഗ്യാങ് നോക്കുക എന്നുള്ള രീതിയിൽ ഏൽപ്പിക്കൂല. അത് ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് ചെയ്തോളൂ. എന്നെക്കൊണ്ട് ഇനി നോക്കാൻ പറ്റാത്തൊരു സമയം, അങ്ങനത്തെ ഒരു സമയം വരുവാണെങ്കിൽ ഈ ഗ്യാങ് അങ്ങ് നിർത്തും, TV അങ്ങ് നിർത്തും. അല്ലാതെ ഇനി ഞാനിത് വേറൊരാളെ ഏൽപ്പിച്ച് ഇത് ഇനി ഒരു വട്ടം നമ്മുടെ അടുത്ത് സംഭവിച്ചതുപോലെ ഇനി എനിക്കതൊരു വല്ലാത്ത മൊമെൻ്റ്. അതായത് ഗ്യാങ്ങിൽ നിന്ന് 10-14 പേര് പോവുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ പണ്ട് എൻ്റെ നേരത്തെ ലൈവ് കാണുന്നവർക്കറിയാം, ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുമായിരുന്നു ഇവിടെ വന്നവന്മാരൊന്നും എന്തായാലും പോയിട്ടില്ലടാ എന്ന്. വാറിന് വരെ നമ്മൾ ആ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അതുപോലും പറയാൻ പറ്റാത്തൊരു മൊമെൻ്റ് ഉണ്ടായൊരു സമയമുണ്ട്. സീരിയസ് ആയിട്ട് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് അപ്പോൾ എൻ്റെ ഒരു സൈഡ് അന്ന് എന്താണെന്നും അറിയാത്ത കുറേ പേര് ഈ ഗ്യാങ്ങിൽ നിന്ന് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയ 2 പേരെ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ വേറെ ഇതായിട്ടൊന്നും വിചാരിക്കണം. ഞാൻ ഇനി വേറെ ആരെയും കൊണ്ടുവരുന്നില്ല എന്ന് പറയണത് വേറെ ആരുടെ അടുത്തുള്ള ശത്രുതയും കൊണ്ടും അതുകൊണ്ടും ഒന്നുമല്ല. നമുക്ക് ചില കാര്യങ്ങൾക്കൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ഇനി അത് വീണ്ടും റിപ്പീറ്റഡ് ആവാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ആരെയും ഇതിനകത്തോട്ട് കൊണ്ടുവരാത്തത്. ആൻഡ് ബാക്കി ഉള്ള ആൾക്കാർക്ക് പല ഗ്യാങ്ങിൽ നിന്ന് ഓരോ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഇവർക്ക് 2 പേർക്ക് ഈ പറയണ അവർക്ക് ഇത് വന്ന ഗ്യാങ്ങിലോട്ട് പോയി കളിക്കാനുള്ള താല്പര്യമില്ല. വന്ന ഗ്യാങ്ങിലോട്ട് പോയി ഇൻവിറ്റേഷൻ വന്ന ഗ്യാങ്ങിൽ അവർക്ക് പോയി കളിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് RP നിർത്തുവന്നെന്ന് പറഞ്ഞു. അതായത് ഹലോ ജസ്റ്റിന് ഞാൻ ഒരു അർജന്റ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വിളിക്കാവേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഈ റിക്രൂട്ട്മെന്റ് എന്ന് നടത്തുന്നത്. നിങ്ങൾ വേറൊരു രീതിയിലും ഇതിനെ എടുക്കണ്ട. എനിക്കൊരു ചാൻസ് കൊടുക്കണം, ഒരു ചാൻസും കൂടെ കൊടുക്കണമെന്ന് തോന്നി, ഞാൻ അതുകൊണ്ട് അവർക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നുമില്ല. പിന്നെ അവരും ഈ പറയണതുപോലെ വെളിയിൽ ഇറങ്ങിയ സമയത്ത് TVയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ സംസാരിച്ചായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇതൊന്നും മാറത്തില്ലെങ്കിലും ഗീവേ ട്രൈ എന്നുള്ള രീതിയിലാണ്. രായൻ്റെ കേസ് ഞാൻ അത്രയും നമുക്ക് വേണ്ടി എന്തൊക്കെ ഇനി രായൻ വെളിയിലിറങ്ങിയിട്ട് നമുക്കെതിരെ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുവാണ്, ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ പോലും TVക്കകത്തില്ല. ഞാൻ വേറൊരു കാര്യോട് നിങ്ങളുടെ അടുത്ത് പറയാം, TVയുടെ മോസ്റ്റ് ഓഫ് ദ ഇവന്റ് കാര്യങ്ങളെല്ലാം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കുത്തിയിരുന്ന് വൈമാപ്പൊക്കെ ഉണ്ടാക്കി ഈ പറയണത് പോലെ പ്രസന്റ് ചെയ്യുന്ന അന്നത്തെ ദിവസം അവൻ പോലും ലൈവ് ഇടാറില്ല. എൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈവിന് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ലൈവ് പോലും ഇടാതെ കുറേ നാൾ ഇരുന്നിട്ടുണ്ട്. സോ അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഡൗൺ ടൈം വന്നപ്പം എനിക്ക് അവൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഉദ്ദേശങ്ങളൊന്നും ഈ റിക്രൂട്ട്മെന്റിന്റെ പുറത്തില്ല. ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ച TV ആണിത് ശരിക്കും ഇപ്പോൾ ഉള്ളത്. ഞാൻ ഈ ഗ്യാങ് എന്ന് പറയുന്ന സാധനം എവിടെ എത്തിക്കണോ
അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടാർഗറ്റിൽ എത്തി നിൽക്കുന്ന മൊമെൻ്റാണ് ഇപ്പം. അതായത് ഞാൻ പറയാം, ആർപിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കോമ്പറ്റീഷൻ പറയാം. ജോക്കിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല, ആർപിക്ക് നമുക്കൊരു കോമ്പറ്റീഷൻ പോലും ഇല്ല, എനിക്ക് ഒരാളും ഇല്ല. PvPയിൽ ചിലപ്പം ഏതെങ്കിലും 1% നല്ല 2% നമ്മൾ ഇതാക്കായിരിക്കും. പക്ഷെ ഇതിൻ്റെ അയലത്ത് വരാൻ വേറെ ആരും ഇല്ലെന്നുള്ളൊരു കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അണ്ടിൽ നൗ ഇതുവരെ ആരും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ നമ്മൾ ചെയ്ത വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആസ് എ ലീഡർ ഞാൻ എൻ്റെ ഗ്യാങ് എവിടെ എത്തിക്കണം എന്നതിൻ്റെ എക്സാക്റ്റ് മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു അഡീഷനും ആവശ്യമില്ല. കളിക്കാൻ പ്ലേയേഴ്സ് ഉണ്ട്, PvP കളിക്കാനുണ്ട്, RP ചെയ്യാൻ എല്ലാത്തിനും പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു മൊമെൻറ്റിൽ പോലും ഈ 2 പേരെ സ്ലോട്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇവിടെ എടുത്തത് എൻ്റെ പേഴ്സണൽ കൺസിഡറേഷനും ഗെയിമിൻ്റെ പുറത്തുള്ള എൻ്റെ കൺസിഡറേഷൻ്റെ പുറത്താണ്. ഗെയിമിൻ്റെ പുറത്ത് എനിക്ക് അവരോടുള്ള പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. ഇതിൽ പല മിസ്കമ്മ്യൂണിക്കേഷൻ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ ഒരു സാധനമെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ മൂമെൻറ്റുകളിൽ തിരുത്തിയ കുറേ കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിപ്പോൾ അപ്പാപ്പനായിട്ടുള്ള ഇഷ്യൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചിലത് എനിക്ക് ഒന്നും കൂടി കൊണ്ടുവന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്യിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഇത് ഈ ഒരു 2 റിക്രൂട്ട്മെൻറ്റ് ഇനി ഈ ഇറങ്ങിയ സൈഡിൽ നിന്നും ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് വേറെ ഒന്നും ഉണ്ടാകത്തില്ല. എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ എൻ്റെ സൈഡാണ് പറയുന്നത്. ഞാനതിന് മെൻ്റലി ഓക്കെ അല്ല. എനിക്ക് കാരണം ഞങ്ങൾ ആരും ഇതുവരെ അങ്ങനത്തെ ഈ റീസൺസ് ഒന്നും വെളിയിൽ ഇതുവരെ പറയാത്തത് കൊണ്ട് അതിരുന്ന് പറയാൻ ഇനിയും താല്പര്യമില്ല. അന്നും താല്പര്യമില്ലായിരുന്നു, ഇന്നും താല്പര്യമില്ല. ഞാൻ അന്നും എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ പോലും ഓഫാക്കാതെ ഞാൻ നേരെ ഒറ്റയ്ക്ക് വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയതാണ്. അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഇന്നും മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിനും അധികം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ തീരുമാനമാണ്. ഇത്രയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇതാക്കാനുള്ള. അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇത് എൻ്റെ ഒരു ട്രൈയാ ഇത്. അതിൽ രായനാണെങ്കിലും ഇറ്റാച്ചി ആണെങ്കിലും ഇനി ബാക്കിയുള്ള നമ്മുടെ പ്ലേയേഴ്സുമായിട്ട് സിങ്കായി പോവാം എന്നുള്ളൊരു കാര്യം അവർ രണ്ടുപേരും കൂടെ അഡാപ്റ്റീവ് ആവണം. അത്രേ ഉള്ളൂ. എനിക്ക് അവർ രണ്ടുപേരും അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്ത് ഒരുമിച്ച് പോയാൽ നല്ലതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അന്നും ഇന്നും ആരുടെയും പേര് വെളിപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അവിടെ പ്രശ്നമുള്ള എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നമുള്ള 3-4 പേരുണ്ടായിരുന്നു. അവരെനിക്ക് ഞാൻ അങ്ങനെ പിന്നെ എന്തൊക്കെ പറഞ്ഞാല് ഇപ്പം ഞാൻ തുടക്കത്തിൽ അത് ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാ. എന്തൊക്കെ പറഞ്ഞാൽ ഇറങ്ങിപ്പോയ ആൾക്കാർക്ക് കളിക്കാൻ ഇവിടെ സ്ലോട്ട് ഇല്ല. എൻ്റെ കൂടെ ഡൗൺ ടൈമിൽ നിന്ന ആൾക്കാർക്ക് മാത്രമേ എന്തായാലും ഈ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കത്തുള്ളൂ. എൻ്റെ കൂടെ ആ സമയത്ത് നിന്ന് കുറച്ച് പിള്ളേരുണ്ട്, അവന്മാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി പോയ ആൾക്കാരൊക്കെ. അതിനി എന്തൊക്കെയാണല്ലോ അത് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അത് എൻ്റെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കും എൻ്റെ പേഴ്സണൽ ഡൗൺ ടൈമിലും ഗ്യാങ് ഡൗൺ ടൈമിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പിള്ളേർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ അന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ തിരിച്ച് അവരെ മാറ്റിയിട്ട് പഴയ ആൾക്കാരെ എനിക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അത് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. അതെന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.